ഗൈസ് വീഡിയോ എൻഡ് ചെയ്തിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. കണ്ടോ? ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു കുട്ടി വീക്കിലി റുട്ടീൻ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാൻ എല്ലാ സൺഡേയും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, എൻ്റെ ഒരു സെൽഫ് കെയർ ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വേറൊന്നുമല്ല, സിമ്പിളായിട്ട് കുറച്ച് സ്കിൻ കെയർ, ബോഡി കെയർ ആൻഡ് ഹെയർ കെയർ, ഇത് മൂന്നും കൂടെ അടങ്ങുന്ന ഒരു കുട്ടി വീക്കിലി റുട്ടീൻ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അതൊരു കണ്ടന്റ് ആക്കിക്കൂടാ, ഒരു വീഡിയോ ആക്കിക്കൂടാ. കാരണം മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇടാനായിരുന്നു എനിക്ക് ആഗ്രഹം. സോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഫേസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫേസിൽ പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർസ് ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീക്ക് ചെയ്തതായിരുന്നു ഇത്, അതുകൊണ്ട് അധികം ഒരുപാടില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നെങ്കിൽ എൻ്റെ ഫേസിൽ അലോവേറ ജെൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യും. കാരണം നമ്മുടെ ഫേസിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ആ ഒരു സാധനം, ആ എറൈസർ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ കുറേ ക്രാക്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അലോവേറ ജെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ, നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം ആയാലും മതി, ഇതിലേതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഹെയർസൊക്കെ റിമൂവ് ചെയ്യാൻ. കാരണം ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫേഷ്യൽ ഹെയർ എറൈസർ യൂസ് ചെയ്യരുത്. കാരണം ഫേസിൽ എന്തെങ്കിലുമൊക്കെ പാടുകൾ വരാനോ മുറിയാനോ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കുന്ന ഫേസിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഹെയർസൊക്കെ റിമൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു അലോവേറയുടെ ഈ ഒരു കാണാൻ പറ്റുന്നുണ്ടല്ലോ, അലോവേറയുടെ ഈ ഒരു നറിഷിങ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. എൻ്റെ അത്യാവശ്യം ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഫേഷ്യൽ ഹെയർസ് ഇറങ്ങി വരില്ല. ഓക്കെ, ഞാനിപ്പോൾ എന്താ പറയുക, അലോവേറ ജെൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി റിമൂവ് ചെയ്യാം ഹെയർസ്. അപ്പോൾ ഞാൻ ഫേഷ്യൽ ഹെയർ എടുത്തിട്ട് വരാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കാർമസിയുടെ ഈ ഒരു ഫേഷ്യൽ എറൈസറാണ് ഹെയർ റിമൂവർ. അപ്പോൾ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും എടുക്കണം. ഫസ്റ്റ് അപ്ലൈ ചെയ്ത് തുടങ്ങാണ്. ഒന്നുമില്ല തോന്നുന്നു, കാരണം ഞാൻ കഴിഞ്ഞ വീക്ക് എടുത്തതാണ്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ. കാണുന്നുണ്ടായിരിക്കും, വളരെ കുറച്ചേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്ക് എടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഗൈസ് കഴിഞ്ഞു, കാരണം ഞാൻ കഴിഞ്ഞ വീക്ക് ഇത് എടുത്തതായതുകൊണ്ട് അധികം വലുതായിട്ടൊന്നും ഇല്ല. അതേതൊരു കാര്യമായി ഉണ്ടെങ്കിൽ വന്നേനെ ഇത്ര എടുത്തുകൊണ്ട്. സോ എൻ്റെ ആ പരിപാടിയും കഴിഞ്ഞു. ഭയങ്കര ഒരു സംഭവം കഴിഞ്ഞപ്പോൾ എന്തോ ഭയങ്കര റിലാക്സേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ്. അപ്പോൾ എൻ്റെ ഇതിന് മുമ്പത്തുള്ള വീഡിയോസോ ഷോർട്സോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബ് എന്ന് പറയുന്നത് കോഫി പൗഡർ, ഹണി, ഷുഗറാണ്. അപ്പോൾ ഇത് മൂന്നും ഉള്ളൊരു സ്ക്രബാണ് എനിക്കിഷ്ടം. കാരണം എനിക്കിത് പേഴ്സണലി എനിക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല രീതിക്ക് എൻ്റെ ഫേസിലുള്ള, അതായത് എനിക്ക് കൂടുതൽ മൂക്കിൻ്റെയാണ് കേട്ടോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളത്. അപ്പോൾ അത് മാക്സിമം റിമൂവ് ആകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാനത് എപ്പോഴും എൻ്റെ വീക്ക്ലി റൂട്ടീൻ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബ് എന്ന് പറയുന്നതാണ്. കൈസ് ഇവിടെ ഭയങ്കര ചൂട്, നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ബാക്കി ഇവിടെ കിടക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സെൽഫ് കെയറിൻ്റെ കൂടെ നിങ്ങൾ നല്ല രീതിക്ക് വെള്ളം കൂടെ കുടിക്കുക. കാരണം നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആവാൻ വെള്ളം നല്ല രീതിക്ക് കുടിക്കണം. ഞാൻ ഈ ഒരു കാണാൻ പറ്റിയിരിക്കണം, ഈ ഒരു ബോട്ടിൽ നിറച്ച് ഞാൻ ഉച്ചവരെ കുടിച്ച് തീർക്കും ഞാൻ മാക്സിമം. കാരണം ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയ്ക്ക് ആയതുകൊണ്ട് ഞാൻ മാക്സിമം വെള്ളം കുടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതും കൂടെ പോയിന്റ് ചെയ്തോളാം. ഞാൻ സ്ക്രബ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം എടുക്കാൻ മറന്നു ഈ വീഡിയോയിൽ. വേറൊന്നുമല്ല, ഞാൻ
ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തായിരുന്നു ഫേസ്. അപ്പം ഞാൻ അതെടുക്കാൻ മറന്നുപോയി. അപ്പം നിങ്ങൾ സ്ക്രബ് എല്ലാം ചെയ്യുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ സ്റ്റീം ചെയ്തിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ കേട്ടോ, സ്ക്രബ് അപ്ലൈ ചെയ്യാൻ. കാരണം സ്റ്റീം ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം കുറച്ചും കൂടെ നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും സ്ക്രബ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഞാനിവിടെ സ്ക്രബ് പ്രിപ്പയർ ചെയ്ത് അറിയാമായിരിക്കുമല്ലോ, ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. കുറച്ച് കോഫി പൗഡർ, കുറച്ച് ഷുഗർ, കുറച്ച് ഹണി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഹണി യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, റോസ് വാട്ടർ യൂസ് ചെയ്യാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഹണിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ സ്ക്രബ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ഇതിരുന്നതിന് ശേഷം സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യണം. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ പാക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പാക്ക് ഇട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നേരം വെക്കാണ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. പാക്ക് ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ അതാണ് കേട്ടോ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ വാഷ് ചെയ്തിട്ട് ഞാൻ വരാം. ഗൈസ്, അങ്ങനെ ഞാൻ പാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫേസിൽ കുറച്ച് ഡിഫറൻസ് തോന്നുന്നില്ല. അപ്പോൾ റൂം കുറച്ച് ഇരുട്ടായതുകൊണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ത്രെഡ് ചെയ്യേണ്ട ടൈമായി. ഞാൻ കുറേ വളർന്ന് കഴിയുമ്പോഴേക്കും ത്രെഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ത്രെഡ് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പോൾ ത്രെഡ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്ത ഹെയർ കെയർ ആണ്. അപ്പം ഞാൻ ഓൾറെഡി ചെമ്പരത്തിയുടെ പൂ പറിച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് അലോവേറയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അലോവേറ എൻ്റെ കയ്യിൽ ഓൾറെഡി അല്ലാത്ത ഇരിപ്പുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അതിലൊരു കുറച്ചത് വെക്കാം. ഓക്കെ, ഞാൻ താടി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ തലയിൽ താളി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് തലയിൽ വെക്കാം. കാരണം തലയ്ക്ക് ഒന്ന് തണുക്കട്ടെ. പിന്നെ അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചു. എന്തൊരു സമാധാനം. അപ്പോൾ ഞാൻ താളി അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഞാൻ ഒന്നും കാണിച്ചില്ല, വീഡിയോ ഒന്നും കാണിച്ചില്ല. അപ്പോൾ ഞാൻ ഷവർ റുട്ടീനിൽ ചെയ്ത പ്രൊഡക്ട്സും പിന്നെ അതുപോലെ എൻ്റെ ഒരു സ്കിൻ കെയറും കൂടി ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് കഴിയുമ്പോൾ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ 2-3 ബോഡി വാഷും അതുപോലെ സ്ക്രബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കറൻറ്റ്ലി ഇന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്ത ബോഡി കെയർ പ്രൊഡക്ട്സ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത ഈ ഒരു ബോഡി വാഷാണ് കെമിസ്റ്റ് പ്ലേയുടെ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ഡെയിലി ബോഡി വാഷ്. അപ്പോൾ ഇത് ഞാൻ സ്ഥിരം അല്ലെങ്കിലും ഞാൻ വീക്കിലി അല്ലെങ്കിൽ ഒരു വീക്കിൽ ഞാൻ 2-3 വട്ടം ഈ ബോഡി വാഷ് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ബോഡിയിലെ ടാനും കാര്യങ്ങളും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ തന്നെ ഒരു സ്ക്രബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കെമിസ്റ്റ് പ്ലേയുടെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി സ്ക്രബ്. ഇതും യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് രണ്ടും എന്നും യൂസ് ചെയ്യാറില്ല. ഞാനിത് വീക്കിലി 2-3 ദിവസമാണ് ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോണർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം സെറം അപ്ലൈ ചെയ്യണം. ദെൻ മോയ്സ്ചറൈസർ. ഞാൻ എൻ്റെ സ്കിൻ കെയറിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആക്കി ചെയ്യാം. കാരണം ഇതും കൂടി ഇതിൽ പറയുകയാണെങ്കിൽ ലെങ്തി വീഡിയോ ആയിപ്പോൾ. അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഞാൻ മറ്റൊരു വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറയാം. ഗൈസ്, നിങ്ങളുടെ ഇവിടെ നല്ല ചൂടാണോ? ഇവിടെ ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റില്ല. നെക്സ്റ്റ് സൺസ്ക്രീൻ ആണ്. ഞാൻ ഈ 2 ഫിംഗർ റൂളൊന്നും ഞാൻ അപ്ലൈ ചെയ്യാറില്ല. കാരണം
അപ്ലൈ ചെയ്യുമ്പോൾ അപ്പം തന്നെ ഫേസിൽ അപ്ലൈ ആവുന്നുണ്ടല്ലോ. ഞാൻ നോക്കുമ്പോൾ ഇത് ഫേസിലോട്ട് തന്നെയാണ് പോകുന്നത്. സോ ഞാൻ അതുകൊണ്ട് അങ്ങനെ സൺസ്ക്രീൻ റൂൾ അപ്ലൈ ചെയ്യാറില്ല. നെക്സ്റ്റ് ലിപ് ബാം കൂടെ കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഫൈനലി എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്കിൻ കെയറും ഹെയർ കെയറും ബോഡി കെയറും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ഗൈസ്. വീഡിയോ എൻഡ് ചെയ്തിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. കണ്ടോ, ചൂട് കാരണം ഞാൻ ഇട്ട സ്കിൻ കെയർ വരെ ഒലിച്ചു പോകുന്ന അവസ്ഥയാണ്. ഓക്കേ.